ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോണ്ടിച്ചേരി ഗവൺമെൻറ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് പേഴ്സണൽ വിങ് ആണ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് 23/8/2024 ടു 20th September 2024. ഈ വിളിച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റൻ്റ് എന്നാണ്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് മിനിസ്ട്രിയൽ പോസ്റ്റാണ്. അപ്പോൾ അതാണ് പ്രിലിമിനറി ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി 256, ലെവൽ 6 പോസ്റ്റാണ്. ജനറൽ കാറ്റഗറി 104 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് 46, ഷെഡ്യൂൾഡ് കാസ്റ്റ് 41, OBC 28, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 25, എക്സ്ട്രീം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി 5, ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം 5 പോസ്റ്റ്, ബാക്ക്വേർഡ് ട്രൈബ്സ് 1 പോസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് 1 പോസ്റ്റ്, ഹൊറിസോണ്ടൽ റിക്രൂട്ട്മെൻറ്റ് PWD 10 പോസ്റ്റാണ്. അങ്ങനെ ടോട്ടൽ 256 വാക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അബ്രിവേഷൻസ് ഒന്നുകൂടി നോക്കാം. MBC മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്, OBC അതർ ബാക്ക്വേർഡ്, EBC എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ്, BCM ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം. അങ്ങനെ ഇതാണ് അബ്രിവേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, എനി ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. അപ്പോൾ റിലാക്സേഷൻ ഓരോ കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആണ്. MBC, OBC, EBC, BCM, BT 3 വർഷം റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ 33. SC ST 5 years 35. എക്സ് സർവീസ് പീരീഡ് ഓഫ് മിലിറ്ററി സർവീസ് പ്ലസ് 3 years. അപ്പോൾ 33 വർഷമാണ് എക്സ് സർവീസ് മാനിന് റിലാക്സേഷൻ. ഡിഫൻസ് പേഴ്സണൽ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻ 3 years, 8 years ഫോർ SC ST. പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് 10 വർഷം എന്ന് വെച്ചാൽ 40 years വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ സർവീസ് അപ്ലിക്കൻറ്റ് 35 വയസ്സ് വരെ. 40 ഫോർ SC ST ഒഫീഷ്യൽസ്. Nativity or residence. Those who are native of Union Territory of Puducherry and residents by continuous residence in the UT for the last 5 years immediately preceding the date of notification only are eligible to apply for the post. അപ്പോൾ അപ്ലിക്കൻസ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെലക്റ്റഡ് ആയിട്ടുള്ള അപ്ലിക്കൻസ് ഫ്രഷ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST, MBC, OBC, EBC, BCM, BT സബ്മിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് സെലക്ഷനിലേക്ക് നോക്കാം. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് എക്സാമിനേഷൻ. ടയർ 1ഉം ടയർ 2ഉം ഉണ്ടായിരിക്കുന്നതാണ്. ടയർ 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് ടയർ 2 എക്സാം എഴുതാൻ പറ്റൂ. ബ്ലാക്ക് ബോൾ പെൻ, പോയിൻ്റ് പെൻ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക. സ്കീം ഓഫ് എക്സാമിനേഷൻ ടയർ 1 സബ്ജക്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 25, മാക്സിമം മാർക്ക് 25. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക് 25 ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. 2 hours ഡ്യൂറേഷനാണ് നോർമൽ. 2.40 hours PWD കാൻഡിഡേറ്റ്സിനുള്ളതാണ്. സ്കീം ഓഫ് എക്സാമിനേഷൻ ടയർ 2 എക്സാമിനേഷൻ്റെ സബ്ജക്റ്റ് നോക്കാം. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ആണ് ഫസ്റ്റ് പാർട്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 20, മാക്സിമം മാർക്ക് 20. റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ 30 മാർക്ക് 30 ക്വസ്റ്റ്യൻ. ജനറൽ അവയർനെസ് 20. കമ്പ്യൂട്ടർ നോളജ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. അങ്ങനെ മൊത്തം 2 hours ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത്. 2 hours 40 minutes ഫോർ PWD കാൻഡിഡേറ്റ്സിന്. ടയർ 1 ആൻഡ് ടയർ 2 കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ 2 എക്സാമും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നെഗറ്റീവ് മാർക്ക് 0.25 ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ തെറ്റുത്തരത്തിനും 0.25 ഡിഡക്റ്റ് ചെയ്യുന്നതാണ്.
വ്യക്തമായ സിലബസ്, ഇൻഡിക്കേറ്റീവ് സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ജനറൽ അവെയർനെസ്, ഇതാണ് ഈ കാണുന്നതാണ് സിലബസ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു കാര്യവും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോറ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഓരോരോ സിലബസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റീവ് സിലബസ് ഫോർ ടയർ 2 ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, നമ്പർ സിസ്റ്റം, ഫണ്ടമെൻ്റൽ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അൽജിബ്ര. അപ്പോൾ ഇതൊക്കെ അപ്പർ പ്രൈമറി ക്ലാസ് സിലബസ് ആണ്. നല്ല പോലെ നോക്കുകയാണെങ്കിൽ 6 to 12 CBSE 6 to 12 ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻ്റ് ആയിട്ട് പഠിച്ചാൽ ഈ ബേസിക്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, എല്ലാ എക്സാമിനും ഇത് ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ജനറൽ അവെയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ, കമ്പ്യൂട്ടർ നോളജും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒപ്പീനിയനാണ്, ഈ സിലബസ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ മിനിമം ക്വാളിഫയിങ് മാർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിസർവ്ഡ് 30% മാർക്ക് മതി. ബാക്കിയുള്ള ക്ലാസ് 25, SC ST BT PWD 20%. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ഓതൻറ്റിക് ബുക്ക് പ്രിഫർ ചെയ്യുക പഠിക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഡയറക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ലാസ്റ്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ട് 20th September 2024. വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക് യു.